ഇപ്പോൾ ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ് അസോസിയേഷൻ പ്രതിനിധി ജസ്റ്റിൻ പാലത്ര കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ജസ്റ്റിൻ, അതായത് ഈ സ്വർണത്തിന്റെ വില കുറച്ച് ദിവസങ്ങളായി ഈ ഒരു മാർച്ച് മാസം 9-ാം തീയതി മുതൽ സ്വർണത്തിന്റെ വിലയിൽ ഇടിവാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ആ രീതിയിൽ തന്നെ വരും ദിവസങ്ങളിലും ഇനി സ്വർണ്ണവിലയിൽ ഇടിവുണ്ടാകുമെന്ന് തന്നെ വേണോ പ്രതീക്ഷിക്കാൻ? ഈ രീതിയിൽ പോവുകയാണെങ്കിൽ 1 ലക്ഷത്തിന് താഴേക്ക് സ്വർണത്തിന്റെ വില എത്താനുള്ള സാധ്യത അത് എത്രത്തോളമുണ്ട്? അതായത് സ്വർണ്ണവിലയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഇപ്പോൾ ക്രമാതീതമായി കൂടിയല്ലോ. പക്ഷേ ഇപ്പോൾ അത് താൽക്കാലികമായി ചെറിയൊരു കുറവ് സംഭവിച്ചെന്ന് മാത്രമേ അല്ലേ ഉള്ളൂ. അത് ഇപ്പോഴും അനുമാനം ഇപ്പം വന്നിരിക്കുന്നത് ഈ കുറവ് ഡോളർ വില സ്ട്രോങ് ആയി നിൽക്കുന്നത് കൊണ്ട് ഇൻവെസ്റ്റ്മെന്റ് ആ ഡോളർ ബോണ്ടുകളിലേക്ക് മാറി, സ്വർണം വിറ്റിട്ട് ഡോളർ ബോണ്ടുകളിലേക്ക് കുറച്ചൊക്കെ മാറിയത് കൊണ്ടാണ് താൽക്കാലികമായി ഇപ്പോൾ ഒരു കുറവ് നിൽക്കുന്നത്. പക്ഷേ ആ കുറവ് അധികം ദിവസം മുന്നോട്ട് പോവില്ല. അനുമാനങ്ങൾ പറയുന്നത് ഇനിയും അത് വില കൂടും എന്ന് തന്നെയാണ്. അതെ, ഈ രീതിയിലാണ് പോകുന്നതെങ്കിൽ, അതായത് ഈ താങ്കൾ ഈ സൂചിപ്പിച്ചതുപോലെ വരും ദിവസങ്ങളിൽ സ്വർണത്തിന്റെ വില ഉയരാനാണ് സാധ്യതയെന്നുണ്ടെങ്കിൽ എത്രത്തോളം വില ഉയർന്നു പോകാനുള്ളൊരു സാധ്യതയുണ്ട്? അന്താരാഷ്ട്ര വിപണിയൊക്കെയാണ് ഇതിനെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നതെന്ന് അറിയാം. എന്നാൽ പോലും ഒരു 2 ലക്ഷത്തിലേക്കൊക്കെ എത്താനുള്ളൊരു സാധ്യതയുണ്ടോ ഈ വർഷം തന്നെ? അതെ, ഈ 2026 അവസാനത്തോടുകൂടി ഒരു 2 ലക്ഷം രൂപ വരെ വരുമെന്നുള്ളതാണ് ഇപ്പോഴും നിഗമനം നിൽക്കുന്നത്. ഇതിപ്പോൾ ഈ സ്വർണ്ണ വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ്? കാരണം ഈ വേണ്ട രീതിയിലൊരു വിൽപ്പന ജ്വല്ലറികളിൽ നടക്കുന്നില്ല. അതോടൊപ്പം തന്നെ ഈ സ്വർണ്ണ പണിക്കാർക്കും ഏറെ നിരാശയാണല്ലോ. കാരണം ഈ സ്വർണത്തിന്റെ വില ഉയർന്നു നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ആരും വാങ്ങാനായി എത്തുന്നില്ല. നിരവധി പേർ ഇത്തരത്തിൽ ഈ മറ്റുള്ള ജോലികൾക്ക് കൂടെ പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും. കാരണം ഇപ്പോൾ സ്വർണ്ണക്കടക്കാർ തന്നെ പലരും മറ്റുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലോ എന്ന് ചിന്തിച്ചു തുടങ്ങിയിരിക്കുകയാണ്. കാരണം ഇതിന്റെ ഇങ്ങനെ വില കൂടി നിന്നാൽ ക്രയവിക്രയങ്ങൾ നടക്കില്ല. കാരണം സാധാരണക്കാരെ സംബന്ധിച്ചോളം ഇപ്പൊ സ്വർണം വന്ന് മേടിക്കുക എന്ന് പറഞ്ഞാൽ സാധിക്കുന്ന കാര്യമല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സ്വർണ്ണക്കടകളിൽ കച്ചവടങ്ങൾ കുറയുമെന്നുള്ളതിൽ സംശയമൊന്നുമില്ല. അപ്പോൾ ഇത് ബാങ്ക് പലിശയും മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് പലിശയ്ക്ക് എടുത്തിരിക്കുന്ന പൈസയും ഒക്കെ ആയിട്ട് വരുമ്പോൾ ബാങ്ക് പലിശയും കടയുടെ വാടകയും ശമ്പളവും എല്ലാം കൂടി അധികകാലം മുന്നോട്ട് കച്ചവടമില്ലെങ്കിൽ എങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റും? അപ്പോൾ അതിനെ ആശ്രയിച്ച് നിൽക്കുന്ന സ്വർണ്ണ പണിക്കാരെ സംബന്ധിച്ചോളം അവർക്കും പണിയില്ലാതാകുകയാണ്. അപ്പൊ എത്ര ദിവസം ഇങ്ങനെ പണിയില്ലാതെ നിൽക്കും? കുടുംബം പുലർത്തുവാൻ മറ്റുള്ള മേഖലകൾ അവർ തേടി കഴിഞ്ഞു. പെയിന്റിങ്ങിലും ചുമട്ട് പണിക്കും അങ്ങനെയുള്ള മറ്റുള്ള സാധാരണ പണികളിലേക്കൊക്കെ സ്വർണ്ണ പണിക്കാരൊക്കെ നീങ്ങി തുടങ്ങി കഴിഞ്ഞു. തീർച്ചയായും വളരെയധികം നന്ദി ശ്രീ ജസ്റ്റിൻ പാലത്ര പ്രതികരിച്ചതിന്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.